ഉപ്പുതറ മേമാരി അംഗൻവാടി നിർമ്മാണത്തിന് അനുവദിച്ച 32 ലക്ഷം രൂപയുടെ കരാറായി. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വരുന്നതായി ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്ക് കണ്ണമ്പടിയിലെ മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും എതിര് നിന്നതാണ് കാലതാമസം നേരിടാൻ ഇടയാക്കിയതെന്നും ആശ ആന്റണി പറഞ്ഞു. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 32 ലക്ഷം രൂപ അനുവദിച്ച് മേമാരി അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണ്. മേമാരിയിലെ അംഗൻവാടി ബലഹീനമായതിനെ തുടർന്ന് അംഗൻവാടി വിവാദമായ മേമാരി കമ്മ്യൂണിറ്റി ഹാളിലാണ് പ്രവർത്തിക്കുന്നത്. ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് അംഗൻവാടി പൂട്ടി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. നേരത്തെ അംഗൻവാടിയുടെ പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു. തൊഴിലുറപ്പിൽ 8 ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിക്ക് വേണ്ടി നിരന്തരമായി ഉപ്പുതറ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഭരണസമിതി ഇതിനെ എതിർത്തു. വാർഡ് മെമ്പർ അടക്കം ഇവിടെ അംഗൻവാടി വേണ്ടുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനാൽ ടെൻഡറിംഗ് താമസിച്ചു. അംഗൻവാടി മറ്റു പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും തൊഴിലുറപ്പിൽ റോഡിന് മാത്രമായി ഫണ്ട് നിജപ്പെടുത്തണമെന്നും പഞ്ചായത്ത് രേഖാമൂലം കളക്ടറെ അറിയിച്ചതിനാൽ തൊഴിലുറപ്പിൽ ഫണ്ട് ലഭിച്ചില്ല. ഇതാണ് കാലതാമസം നേരിടാൻ ഇടയായതെന്ന് ആശ ആന്റണി കുറ്റപ്പെടുത്തുന്നു. അംഗൻവാടിയുടെ ആദ്യത്തെ ഘട്ട ടെൻഡർ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തൊടുപുഴയിലുള്ള ഒരാളാണ് ആദ്യത്തെ ടെൻഡർ കോട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ടെൻഡറിൻ്റെ പ്രാരംഭ നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു തവണ നമ്മൾ ഒരു ടെൻഡർ പ്രോസസ്സിങ്ങിലാണ്. അതിപ്പോൾ ഈ ആഴ്ച തന്നെ അത് ടെൻഡർ നടപടിയിലേക്ക് വരും. അങ്ങനെ ആ ടെൻഡർ നടപടി നമ്മൾ പൂർത്തീകരിച്ച് ഈ മാസമെങ്കിലും പണികൾ ആരംഭിച്ചാൽ മാത്രമേ നിലവിൽ മേമാരിയിലെ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കി മറ്റ് അംഗൻവാടി കെട്ടിടത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. ഈ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയുമായിരുന്നു. പഞ്ചായത്തിൽ നിരവധി തവണ നമ്മൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് 8 ലക്ഷം രൂപയുടെ ഒരു സാങ്കേതിക അനുമതിക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റികളിൽ കത്ത് വയ്ക്കുകയും സെക്രട്ടറിയെ കാണുകയും വാർഡ് മെമ്പറെ കാണുകയും അവിടുത്തെ മറ്റ് മെമ്പർമാരെയൊക്കെ കാണുകയൊക്കെ ചെയ്ത് നമ്മൾ കമ്മിറ്റിക്ക് അജണ്ടയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ നമുക്കതിന് സാങ്കേതികമായൊരു അനുമതി ഗ്രാമപഞ്ചായത്ത് നമുക്ക് തന്നില്ല. വാർഡ് മെമ്പർ അടക്കം അതിന് അവിടെ അംഗൻവാടിയുടെ ആവശ്യമില്ല, അവിടെ നിലവിൽ അംഗൻവാടി വേണ്ട എന്നൊരു നിലപാടെടുത്താണ് വാർഡ് മെമ്പർ അടക്കമുള്ളവർ. നമ്മൾ അവിടുന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം കളക്ടർക്ക് പോയിട്ടുള്ളത് അവിടുത്തെ റോഡിൻ്റെ ടെൻഡർ മാത്രം അംഗീകരിക്കണമെന്നും അംഗൻവാടി മറ്റൊരു പ്രവർത്തന മേഖലയിലേക്ക് മാറ്റി നിർത്തണം എന്നും പറഞ്ഞ് പ്രസിഡന്റും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കത്ത് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ടെൻഡർ നടപടികൾ പഞ്ചായത്തിൻ്റെ ഇത്രയും താമസിച്ചു വന്നത്. 32 ലക്ഷം രൂപയുടെ ടെൻഡർ തൊടുപുഴ സ്വദേശിയാണ് എടുത്തിരിക്കുന്നത്. അംഗനവാടിയുടെ പൂർത്തീകരണത്തിന് 10 ലക്ഷം രൂപയും സാധന സാമഗ്രികൾ വാങ്ങാൻ 5 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ടെൻഡർ നടപടിയിൽ പൂർത്തിയായി വരികയാണ്. ഈ മാസം അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും ആശ ആന്റണി ഇടുക്കി വിഷനോട് പറഞ്ഞു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.